ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നാളെ ഇവിടെ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് അല്ല, ഷാമിയാക്കാടെ അനിയത്തിയും ഹസ്ബൻഡും മോളും വരട്ടെ. അവർ ലണ്ടനിലായിരുന്നു. നമ്മൾ ഏകദേശം 2 കൊല്ലത്തോളമായിട്ട് അവരെ കണ്ടിട്ട്. ഇപ്പോൾ എപ്പോഴോ 10 മാസമുള്ളപ്പോഴാണ് അവർ ലണ്ടനിൽ പോയത്. അപ്പോൾ അവർക്ക് 1.5 വയസ്സ് എത്ര വയസ്സ് ഡിഫറൻസ് ആയിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ അവർ നാട്ടിലേക്ക് പോണ സമയത്ത് നമ്മളോട് നാട്ടിലേക്ക് മീറ്റ് ചോദിച്ചപ്പോൾ നമുക്ക് ഈ സമയത്ത് നാട്ടിൽ പോകാനും പറ്റില്ല, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഖത്തർ വഴി പോണ ഫ്ലൈറ്റ് എടുത്ത്. അപ്പോൾ അവർക്ക് ലേ ഓവർ കിട്ടുകയും ചെയ്തു. അത്യാവശ്യം രാവിലെ വന്ന വൈകിട്ട് പോയാൽ മതി, അത്ര ലേ ഓവർ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ സുഖമായില്ലോ, അങ്ങോട്ട് ഇറങ്ങി നമുക്കിവിടെ ഒരു ഡേ മൊത്തം കിട്ടുന്ന പോലെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആയിട്ടാട്ടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ബീഫ് കറിയും അതുപോലെ തന്നെ പൊരിച്ചു പറ്റുണ്ടാക്കാൻ വിചാരിക്കണം. ബീഫ് കറി ഇന്ന് രാത്രി വെച്ചേക്കാൻ വിചാരിച്ചപ്പോൾ ഷൊർണൂർത്ത് ഉമ്മ ബീഫ് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേവിച്ച് സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. അതിതാ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ ബീഫ് കറി ആക്കി ഉള്ളിയൊക്കെ ആക്കി എടുക്കണം സെറ്റ്. അപ്പോൾ അതാ ഞാൻ ബീഫ് കറികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ബീഫ് കറിയിലൊക്കെ ചുവന്നുള്ളിടാൻ നല്ല തോന്നിയിട്ടാ, നല്ല ടേസ്റ്റ് കൂടും ചുവന്നുള്ളി. നിങ്ങൾ ഇടുന്നവരുണ്ടെങ്കിൽ പറയേ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ആദ്യം ജാമ്യക്ക് പറഞ്ഞു നമ്മൾ നാളെ ഇങ്ങനെ പുറത്തൊക്കെ പ്ലാൻ ചെയ്തു. ജാമ്യക്ക് പറഞ്ഞത് രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ പുറത്ത് നിൽക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും രാവിലെ നമ്മൾ ഉണ്ടാക്കാവില്ല, 8 മണിയൊക്കെ ആകുമ്പോഴത്തേ എത്തുന്നതല്ലേ. അപ്പോൾ രാവിലെ കൊണ്ട് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് പുറത്ത് പോകാറുണ്ട്. പിന്നെ മാത്രമല്ല ഈ ലണ്ടനിലും നമ്മൾ ഇങ്ങനത്തെ നാടൻ ഫുഡുകളൊന്നും കഴിക്കലൊക്കെ കുറവല്ലേ. അപ്പം എന്തായാലും വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫുഡ് ആക്കുമ്പോൾ അവർക്കൊരു കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ആക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ കൂടുതൽ കാണാട്ടിയും കുട്ടികൾ തമ്മിൽ കാണാൻ വേണ്ടിയിട്ടേ അവർ ഏകദേശം 2 കൊല്ലമായി കണ്ടിട്ട് പിന്നെ അവർ ഇനിയിപ്പോൾ പോയാലും കാണലൊക്കെ കുറവല്ലേ. കുട്ടികൾ തമ്മിൽ നല്ല രസമാവില്ല കണ്ടു കഴിഞ്ഞാൽ അവരെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വേണ്ട മമ്മ ഉള്ളി അരിയുണ്ട്, നോക്കി നോക്കിയോ വന്നിട്ട്. വേണ്ട മോൻ്റെ കണ്ണേരി ആ കണ്ണേരി വേണ്ട ടൈ. അവിടെ ആകെ നമ്മൾ ഒതുക്കി വെച്ചൊന്നും വലിച്ചിടില്ലേ ടൈബോ. അനിമൽസൊക്കെ നമ്മളിപ്പോൾ ഒതുക്കി ആകെ അടക്കി പെറുക്കി വെച്ചുള്ളതാണേ. ഞാൻ അത് വലിച്ചിടാൻ നിൽക്കല്ലേ. നമ്മളിവിടെ ഒക്കെ ഒതുക്കി പെറുക്കി വെച്ചതാണേ. ഇവിടെ ഒക്കെ നീറ്റാക്കിയതാ. ഇവഞ്ഞിപ്പോൾ തുടങ്ങും വലിച്ചിടലും പിടിച്ചിടലും. എത്ര എന്നും അടുക്കി പറക്കണ വീടാണെങ്കിലും ഒരാൾ വരണങ്ങാട്ടി മുമ്പ് നമ്മൾ അത്യാവശ്യം പ്രിപ്പറേഷൻസ് ചെയ്യണം. ഒന്നും കൂടി നീറ്റാക്കണം, എല്ലാം കൊണ്ട് അടിച്ചോരി ഇതാക്കണം. നമ്മൾ പിന്നെ കുട്ടികളുടെ വീടാണെങ്കിൽ പറയാൻ വേണ്ട, മിക്ക ദിവസം ഒരു ടോയ്സ് കൊണ്ട് കളിച്ചിട്ട് വൃത്തികേടാവുമല്ലോ. പിന്നെ ഐബുവിനെ പിടിച്ച് വെച്ചേക്കായിരുന്നു. കാരണം ഷാമയൊക്കെ ഞാനും കൂടി ഒരുവിധം എല്ലായിടത്തും അടുക്കി പറക്കി വെച്ചേക്കായിരുന്നു. അവനാണെങ്കിൽ വലിച്ചിട്ട് കഴിഞ്ഞ് വീണ്ടും അതിന് മെനക്കിടാൻ വയ്യ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവൻ അടക്കി ഇരുത്തിയേക്കട്ടെ അവിടെ. അപ്പോൾ ഞാൻ അതാ ബീഫ് കറി വെക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. എനിക്ക് ഒന്നാമത് നൈറ്റിക്കാണ് കറി വെച്ചേക്കേണ്ടത് ഇഷ്ടം. ഒന്ന് രാവിലെ നേരത്തെ എണിച്ച് വെക്കണം മടി. രണ്ടാമത് നമ്മൾ നൈറ്റ് കറി വെച്ചേക്കുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും അതിൻ്റെ സത്തൊക്കെ പിടിച്ച് നല്ല പോലെ സെറ്റായിട്ട് കിട്ടും. പിന്നെ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്താച്ച ബീഫ് അത്രയ്ക്ക് അങ്ങോട്ട് സൂപ്പർ ബീഫ് വരുന്നില്ല കേട്ടോ. ഈ നെയ്യും അതുപോലെ തന്നെ ഈ കുറച്ച് ഞൊഞ്ഞ പീസുകളുണ്ടെങ്കിൽ കുറവായിരുന്നു, കട്ടി പീസുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരിട്ട് വേവിക്കേണ്ടി വന്നു. അത്യാവശ്യം കുറേ നേരം വേവിച്ചിട്ട് ഇത്തിരി പൊടിഞ്ഞു പോയിരുന്നാലും കുഴപ്പമില്ല. കാരണം ബീഫ് കറി വെക്കുമ്പോൾ നല്ലപോലെ കുഴഞ്ഞ ഒരു കറിനോട് സാമാന്യം സെറ്റായി വന്നില്ലെങ്കിൽ പിന്നെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരമായിട്ട് വേവിച്ച്. ഞാൻ ആദ്യം വേവിച്ച് സെറ്റായതിന് ശേഷം പിന്നെ മസാല പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ മിക്സ് ആക്കുകയാണ് ചെയ്തത്. ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ സെറ്റാക്കല്ലാട്ടോ ചെയ്തേ. ബീഫ് കറി ഇങ്ങനെ സെറ്റായി ഓക്കേ. അതൊരു മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാംഗോ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് കിടക്കണം. എന്നിട്ട് നാളെ രാവിലെ എണിച്ചിട്ട് അവർ വന്നതിന് ശേഷം കാണാം കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ എണീച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറച്ച് നേരത്തെ എണീറ്റ് ഞങ്ങൾ. അവർ പക്ഷേ അവർ എയർപോർട്ടിൽ നിന്ന് വിളിക്കാനൊക്കെ ലേറ്റായി. അപ്പോൾ പിന്നെ ഞാൻ ഷാമക്കോട് പറഞ്ഞ് ചിക്കൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് മുറിച്ച് തന്നു കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മസാല കൂടി ആക്കാൻ വിചാരിച്ച്. എന്തായാലും ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു ഇതാവുമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ചിക്കൻ ഇപ്പം മുറിക്കാനൊക്കെ അറിയാം കേട്ടോ. ഇപ്പം ഞാൻ സെറ്റായിട്ട് മുറിച്ച് തുടങ്ങിയേക്കണം. എന്നാലും
ഷാമയൊക്കെ മുറിക്കും, ഷാമയൊക്കെ വേഗം സ്പീഡിൽ മുറിക്കും. അത്യാവശ്യം എനിക്ക് വേണ്ട പോലത്തെ പീസുകളൊക്കെ ആയിട്ട് കിട്ടും. അപ്പം പിന്നെ ഞാൻ മൂപ്പരോട് രാവിലെ തന്നെ അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഐബൂനും ഇക്കൊക്കെ ചിക്കൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്നൊരു മൈൻഡിൽ വന്നാലും ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മ കണ്ട ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ്റെ മസാല, മീനിൻ്റെ മസാല ഒക്കെ ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ടല്ലോ. ചിക്കൻ മസാല അത്യാവശ്യം ഉണ്ട്, ഇപ്പോൾ കഴിയാറായി ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് വേഗം ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മസാല ആക്കാനുള്ള ടൈം നമുക്കൊന്ന് ലാഭിക്കാം. അങ്ങനെ അല്ലാട്ടോ. എന്നാലും ഇത് ഭയങ്കര ലൈഫ് സേവറായി തോന്നിയത്. ഉമ്മ ഇങ്ങനെ മസാല ഉണ്ടാക്കി വെച്ച് പോകുമ്പോഴേ പെട്ടെന്നൊക്കെ ആണെങ്കിൽ വേഗം മസാല എടുത്ത് സെറ്റാക്കാൻ പറ്റുന്നുണ്ട്. മീനിൻ്റെ മസാല അധികം അങ്ങോട്ട് ഇതായിട്ടില്ല കേട്ടോ, ചിലവായിട്ടില്ല. ചിക്കൻ മസാല വേഗം ചിലവായി, നമ്മൾ ചിക്കൻ ഏതുനേരം യൂസ് ചെയ്യണമുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഞാനിന്ന് പൊരിച്ചപ്പത്തിരിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മളെ ഈ പൊരിച്ചപ്പത്തിരിയുടെ പൊടിയൊന്നും യൂസ് ചെയ്യാണ്ട് പുട്ടുപൊടി കൊണ്ട് ഞാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് പൊരിച്ചപ്പത്തിരി ഉണ്ടാക്കാമെന്ന് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തത്. കാരണം ഒരിക്കൽ ഇതുപോലെ ഞാൻ 1.5 എടുത്തിട്ട് തന്നെ നല്ലപോലെ ബാക്കിയായി. പിന്നെ പിറ്റേ ദിവസത്തേക്ക് മാവ് വെച്ചാലും എനിക്ക് അങ്ങോട്ട് പരത്തുമ്പോൾ സെറ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം 1.25 എടുത്തിട്ടുള്ളൂ. ഞാൻ അത് ഉമ്മ വന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ വന്ന കാര്യമായിരുന്നു, ഇതിലേക്ക് നമ്മൾ വലിയ ഉള്ളിയാണോ ചെറിയ ഉള്ളിയാണോ ഏത് ജീരകമാണോ ഇടാന്നുള്ളത്. കാരണം ഞാൻ കസിനൊന്ന് മുമ്പുണ്ടാക്കിയപ്പോൾ ചുവന്നുള്ളിയും 2 ജീരകം കൂടി മിക്സ് ആക്കേണ്ടിയിരുന്നു. പക്ഷേ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ വെല്ലുള്ളിയായിരുന്നു. അപ്പോൾ ആ കൺഫ്യൂഷനായി. പിന്നെ ഉമ്മാടി ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് വെല്ലുള്ളി തന്നെയാണ്, വെല്ലുള്ളി പെരിഞ്ചീരകമാണ് ഇടുക, മറ്റേത് വേറെ ഏതോ പത്തിരിക്കാണ് ഇടുക എന്നൊക്കെ പറഞ്ഞ്. ഇപ്രാവശ്യം ഞാൻ വെല്ലുള്ളിയും പെരിഞ്ചീരകം ഇട്ടിട്ടാ ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. നമ്മളിതേക്ക് പിന്നെ അത്യാവശ്യത്തിലധികം വെള്ളം ഒഴിക്കണം കേട്ടോ. കാരണം പുട്ടുപൊടി ആയതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ അത് വലിച്ചെടുത്ത് ഡ്രൈ പോലെ ആവും. ഞാനിവിടെ ഏകദേശം 1 കപ്പിന് 1.5-1.25 എന്ന രീതിയിലാട്ടോ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കണം. ആദ്യം നല്ലപോലെ വെള്ളം തിളപ്പിച്ചിട്ട് അത്യാവശ്യം അത് ഒഴിച്ചെടുക്കണം. പിന്നെ ഫസ്റ്റ് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ നമ്മളൊന്ന് അടച്ചു വെക്കുക. അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അടച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നീട് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും ഒത്തിരി തിരി പോലും വെള്ളമില്ലാത്ത പോലെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല. പിന്നീട് നമ്മൾ വീണ്ടും അതിക്ക് കുറച്ചും കൂടി എത്രയാണോ വെള്ളം വേണ്ടത് വെച്ചാൽ ഒഴിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ ആ മിക്സ് ഒഴിക്കേണ്ടത്. മിക്സ് ഇടേണ്ടത് തേങ്ങയുടെയും ജീരകത്തിൻ്റെ ഒക്കെ മിക്സ്. അത് നമുക്ക് എത്രത്തോളം ഇപ്പോൾ പൊടിയുടെ അളവ് കണ്ടാൽ അറിയാമല്ലോ, അതിനനുസരിച്ചുള്ള ഇടാം കേട്ടോ. അത് ഇടുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ട്, എൻ്റെ ഉള്ളൂ നല്ല സ്മെല്ലാട്ടോ. ആ ജീരകത്തിൻ്റെയും ഉള്ളിയുടെ തേങ്ങയുടെ ഒക്കെ വരുന്നത്. ആ തേങ്ങ മിക്സ് ഉണ്ട്, ഞാൻ പറയാൻ മറന്നേ. അതൊക്കെ ഇട്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ എപ്പോഴും നല്ല ചൂടുണ്ടാവും. എന്നിട്ട് കുറച്ച് നേരം ഒന്നും കൂടി മൂടി വെച്ച ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും പിന്നെ അവർ വന്നിട്ടാ. അപ്പോൾ ഇതാണ് ഷാമിയക്കയുടെ അനിയത്തിയുടെ മോളിട്ടോ. മൂപ്പരോളം നല്ല വലിയ കുട്ടിയേക്കണം, ഫുൾ ഇംഗ്ലീഷ് എല്ലാം ആയതുകൊണ്ട്. പിന്നെ ഇത് അളിയനും ഷെയിമൊക്കെ ഉണ്ട്. അപ്പോൾ അവളോട് എത്തിയതും പിന്നെ ഐബുവിൻ്റെ ടോയ്സ് കണ്ടുകൂടെ ഹാപ്പിയിൽ അത് ഓടിച്ച് കളിക്കുക ഓരോന്നായിട്ട്. ഐബു ആണെങ്കിൽ എണീറ്റിട്ടില്ല കേട്ടോ. അവരൊരു 9 മണിയൊക്കെ ആകുമ്പോൾ വന്നിരിക്കണം. അപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞ് എണീക്കുള്ളൂ, ലേറ്റായിട്ട് ഇപ്പോൾ കിടക്കണത്. അപ്പോൾ അവർ വന്ന് അവിടെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ പണിയും ചെയ്യേണ്ടിയിട്ട്, കാരണം അവർക്ക് ഉറക്കത്തിന് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്ന് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് വേഗം ഫുഡ് കൊടുത്തിട്ടേ. ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ വിചാരിച്ച് കുറച്ച് ഇതായിരുന്നു, പക്ഷേ കുഴച്ച് വന്നപ്പോൾ നല്ല സെറ്റായി വന്നിട്ടാ. ഒന്നും ഡ്രൈ ഒന്നും ആയില്ല, വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. കണ്ട നല്ലപോലെ മിക്സ് ആക്കാൻ പറ്റണം. നല്ല സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ പൊരിച്ചപ്പത്തിരി ഇപ്രാവശ്യമായിട്ട് നല്ല സെറ്റായിട്ട് വന്നു. ഞാൻ കുഴക്കുമ്പോൾ നല്ല ടെൻഷൻ, കുറച്ച് ഡ്രൈ പോലെ ആയോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നല്ലപോലെ സെറ്റായിട്ട് വന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്ത് വെച്ച് കുറച്ച് വലുതാക്കി പരത്തിയെടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ട് അങ്ങനത്തെ ഷേപ്പാക്കി എടുക്കുക ചെയ്തിട്ട്. ഇത് ഓവർ കട്ടി കുറയാനും പാടില്ല, ഓവർ കട്ടി കൂടാനും പാടില്ല. അങ്ങനത്തെ ഒരു മീഡിയം ഷേപ്പിൽ വേണം. കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ പൊരിച്ചെടുക്കുമ്പോൾ ഒരു ആകെ കറുമുറൂന്നാവും. കട്ടി കൂടി കഴിഞ്ഞ് ഒരു മീഡിയം ഷേപ്പിലാകുമ്പോൾ നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ.
കൈമണി എടുത്ത് പോകാനോ Gift. Do you want to give it to him? Yeah. അതാ ഗിഫ്റ്റ്. ഹായ്, ഇഷ്ടായോ? അതെന്താ സർപ്രൈസ്? എന്തത്? തുറന്നു നോക്കിയേ. അതല്ല എങ്ങനെയുണ്ട്? നല്ല കളറ്. ഇത് പീലേ ഇങ്ങനെ വലിക്ക്. ഇവിടെ നമുക്ക് അത് ഇനിയിപ്പോ വരൂട്ടത് കൂടെ. അതെന്താ നോക്കാം നമുക്ക്. നമ്മളിങ്ങനെ അവ എണീച്ച് വന്നപ്പിന്നെ ഇവരെ കണ്ടപ്പോൾ ആദ്യം ഒരു അന്തപ്പായിരുന്നിട്ട് ആദ്യം, പിന്നെ അങ്ങോട്ട് ഓക്കെ വേഗം പിന്നെ എല്ലാവരും കമ്പനിയാവില്ല. എത്ര കാലം കാണാണ്ടിരുന്ന ആൾക്കാരാണെങ്കിലും വേഗം ഉപ്പയാൾ കമ്പനിയാവും. അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ അവൾ വരുമ്പോൾ ഓരോ ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാ അതൊക്കെ കൊടുക്കായിരുന്നു. പക്ഷേ ആ ക്യാമറ ഒക്കെ ഞാൻ പറഞ്ഞു ഇപ്പോൾ അവനക്ക് അറിയാറായിട്ടില്ല പിടുത്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇല്ലെങ്കിൽ അത് നശിപ്പിക്കും. പിന്നെ അവർ രണ്ടാളും കൂടി ഓരോ ടോയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് കുറേ നേരം നല്ല കളിയായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നിട്ട്. കാരണം കുറേ കാലത്തിന് ശേഷം അവരിങ്ങനെ കാണില്ല. കാരണം ചെറുതിവ എഴയാൻ തുടങ്ങുന്ന സമയത്തിന് അവൾ പോയതായിരുന്നില്ല. അപ്പോൾ നല്ലപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ ഇക്കുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ട് ഷെയ്മ നല്ല ഒരു സ്പ്രേയും പിന്നെ ഒരു ചീക്ക് ടിൻറ്റും ഒരു ബ്ലഷ്, ചീക്ക് ടിൻറ്റ് ലിപ് ഗ്ലോസും കൂടിയിട്ടുള്ളൊരു സാധനം, പിന്നെ ബ്ലഷും. ഏതൊക്കെ ബ്രാൻഡിൻ്റെ പേരൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. ഇക്കെന്ത് ബ്രാൻഡ്, ചാത്തപ്പന് എന്ത് മാഷറ പറഞ്ഞ പോലെ ഇക്കെന്ത് ബ്രാൻഡ്. ഞാൻ അങ്ങനെ ബ്രാൻഡും കാര്യങ്ങളൊന്നും അത്ര അറിയുന്ന ആളല്ല, അത്ര അപ്ഡേറ്റഡ് അല്ല ഇങ്ങനത്തെ കാര്യത്തിൽ. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബ്ലഷും ലിപ്സ്റ്റിക്കുമാണ് ഞാൻ ഒഴിവാക്കാത്ത ഒരു മേക്കപ്പ് ഐറ്റം. അപ്പം പിന്നെ അത് അവൾക്ക് അറിയണതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കുന്നത്. അല്ലാണ്ട് വേറെ കാര്യത്തിലൊന്നും എനിക്ക് എല്ലാം അങ്ങോട്ട് ക്രേസില്ല. നല്ലായിരുന്നിട്ട് 3 എണ്ണം. പിന്നെ നമ്മൾ സ്റ്റാർ ഓഫ് ദി ഇവൻറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ്, ഇതാ നല്ല ബീഫ് കറി, പൊരിച്ച പത്തിരി, ചിക്കൻ ഫ്രൈ. പിന്നെ ഞാൻ ദോശമാവ് ഉമ്മ ആക്കി വെച്ചിട്ടുണ്ടെന്ന്, അപ്പോൾ അതും കൂടി ആക്കി. അപ്പോൾ 2 കടിയാക്കി വെച്ചിട്ട് അമ്മായി. How is the food? Good. Food. നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരിങ്ങനെ ആസ്വദിച്ച് തിന്നണ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാവട്ടെ. കാരണം അവർക്ക് ഇഷ്ടമായി അത്ര ടേസ്റ്റ് ആകുമ്പോഴാണല്ലോ ആൾക്കാർ ഇത്ര ആസ്വദിച്ച് തിന്നുക. പിന്നെ അവരുടെ അഭിപ്രായമൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഇതാണ് ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ കാരണം അവർ ലണ്ടനിൽ നിന്ന് ഇങ്ങനത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അവർക്ക് കഴിക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഫുഡാകുമ്പോൾ അവർക്ക് ഹാപ്പി അല്ലേ. പിന്നെ ഉണ്ടാക്കി അവർ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ്. അപ്പോൾ അവർ പറയുന്നുണ്ട് 2 കൊല്ലത്തിന് ശേഷം ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കണം, നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലപോലെ കഴിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാനുള്ളത്. പിന്നെ അവരിത് വരുമ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് കൊടുക്കുന്നത് കേട്ടോ, നല്ല ടേസ്റ്റിന് 2 എണ്ണം കഴിച്ചു നോക്കി. പൈപ്പ് കൊടുത്ത് നശിപ്പിക്കേണ്ട വെച്ച് നമ്മൾ മാറ്റി വെച്ച്. കാരണം കുറച്ച് നല്ല ചോക്ലേറ്റിൽ ഇവിടെ കിട്ടുന്ന പോലത്തെ ചോക്ലേറ്റ്സ് അല്ല. സൂപ്പർ.
പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഷാമേക്കടെ ഒരു കസിൻ ഉണ്ട് ഇവിടെ. അവർ വീട്ടിലേക്കും ജസ്റ്റ് കയറുകയും വേണം. പിന്നെ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിൽ. കാരണം നല്ല പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ജോളിയായിട്ട് പോയിട്ട്. പിന്നെ ഞാനത് മോണിറ്റൈസേഷൻ ഇതാവേണ്ട വിചാരിച്ച് മ്യൂട്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ വിചാരിച്ച ടൈമിങ്ങൊക്കെ തെറ്റിയിട്ട് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങാൻ തന്നെ അത്യാവശ്യം ലേറ്റായിപ്പോയി. പിന്നെ 1:30 ഇറങ്ങുമ്പോൾ ഉച്ചയ്ക്ക്. പിന്നെ അവർക്ക് നൈറ്റിക്ക് 11 മണിയാകുമ്പോഴത്തേനും എയർപോർട്ടിലേക്ക് 12 മണിക്ക് എത്താൻ വേണം. അപ്പോൾ നമ്മൾ നേരെ പോയത് ദാനത്തിൽ ബാറിലാട്ടെ. കാരണം ഇവിടുത്തെ സ്പെഷ്യൽ അതാണല്ലോ, മീൻ മന്തി. അപ്പോൾ ആര് വന്നാലും ഫസ്റ്റൊക്കെ വരുമ്പോൾ അവിടേക്കാണ് നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ അവർ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ഓരോ മീനൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എന്ന് കഴിക്കാനായിട്ട് നല്ല ജ്യൂസി ആയിട്ട്, അവർക്കാണെങ്കിലോ നല്ലപോലെ പറ്റുകയും ചെയ്ത്. നമ്മൾ സീബാസും ചെമ്മീനാണ് നോർമലായിട്ട് പറയാറ്. ഷിപ്രാസ് നമ്മൾ സീബാസ്, ചെമ്മീൻ, വേറെ ഏതോ അതുപോലത്തെ വലിയൊരു ഫിഷും പിന്നെ ഞണ്ടും പറഞ്ഞിട്ടാണ് അങ്ങനെ 4 എണ്ണമായിട്ട് ഓർഡർ ചെയ്തത്. കാരണം അവരിഞ്ഞ് പിന്നെ ഇത് കഴിക്കില്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ലപോലെ തന്നെ അത്യാവശ്യം സ്പ്ലെൻഡഡ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത്. പിന്നെ റൈസ് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പറയുകയാണോ ചെയ്യുക നമ്മൾ കൊടുന്നതിന് ശേഷം. പിന്നെ അങ്ങനെ എല്ലാതും വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. ആരാ ഞാൻ ആരാ കിട്ടില്ല ആരാ Nancy? Yeah? What is Aibu doing? She was playing animals. Playing animals? Yeah. Yo. ആ Hi. ആ, എന്ത് പറയ്. പറഞ്ഞു? ഞാൻ കുട്ടി കണ്ടിട്ട് ഞാൻ പറഞ്ഞോട് ചോദിച്ചു. ഞാൻ ഒന്നും പറയില്ല. Magenta. നിങ്ങൾ അവിടുന്ന് കുറുക്കില്ല കുഴപ്പമില്ല. ഫിഷ് ഇഷ്ടല്ലേ അവർക്ക്? ഒന്നുകൂടി ഫിഷിന്റെ ടേസ്റ്റ് അറിയാം. അത് കുറച്ച് മസാല പറിച്ചിട്. ഇങ്ങനെ പിടിക്കാണോ? അളിയൻ പറയായിരുന്നു ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, പറഞ്ഞപ്പോൾ ഇത്രത്തോളം അടിപൊളിയാണെന്ന് വിചാരിച്ചില്ലാന്ന്. എല്ലാവർക്കും ഇഷ്ടമായി. ഞണ്ട് ഒഴികെ. ഞണ്ട് ആ മസാല അതിൽ സെറ്റായി പോകണില്ല. ബാക്കി എല്ലാതും ഇഷ്ടമായിട്ടാണ്. നല്ലപോലെ അവർ കഴിക്കുകയും ചെയ്ത് അടിപൊളിയായിട്ട് ഇഷ്ടമായി. ഫസ്റ്റ് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ട്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിയാണല്ലോ. ഇതാരായി പൂസേ? കുട്ടികൾ പിന്നെ അവരേതായ ലോകത്തിരുന്നിട്ട് നല്ല കളിയായിരുന്നു. നല്ല ഓടിക്കളിയും അവിടെ നിന്ന് കളിക്കലും അങ്ങോട്ട് കളിക്കലും. അപ്പോൾ നമ്മൾ വെയിലും കാര്യങ്ങളൊന്നും നോക്കാനൊന്നും നിന്നില്ല. അവരെ ടൈം ഒന്ന് എൻജോയ് ചെയ്തോട്ടെ വിചാരിച്ചു. ഇനി എപ്പോഴാണ് കാണുക? ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടാവും. അപ്പോൾ 2 ആളും അത്യാവശ്യമൊക്കെ 4, 5 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കിട്ടണ മൊമെൻറ്റ്സ്, ഈ ചെറുപ്പത്തിൽ കിട്ടുന്ന ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കളിയും കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം അവർ വഴിക്ക് വിട്ടുകൊടുത്ത് അവർ ഓടിക്കളിക്കുക എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ വിചാരിച്ചു. നല്ല രസം നിന്നിട്ട് അവരിങ്ങനെ പരസ്പരം ആ ഒരു മൂമെൻറ്റ്സ് കാണുമ്പോൾ. ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല, അവർക്ക് ഒരുമിച്ചുള്ള ടൈമും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായി നന്നായി, ഈ ലേ ഓവറും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെ മീറ്റ് ചെയ്യാനും ഇതാക്കാനൊക്കെ പറ്റണത്. പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിച്ച ശേഷം ഷാമിയക്കടെ കസിയുണ്ട് പറഞ്ഞില്ല, അവിടേക്ക് പോയി. അവിടെ ഇതുപോലെ ചെറിയ കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് നഴ്സറി പോകുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ കളിക്കാത്തതുകൊണ്ട് അവൾക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അവളിങ്ങനെ ആ കുട്ടിനായിട്ട് നല്ലപോലെ ഇരുന്നിട്ട് ഓരോന്ന് ആയിട്ട് കളിക്കായിരുന്നിട്ടാ. ഐബ് പിന്നെ അവിടെ എന്തൊക്കെയോ പൊരിച്ചിലായിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇരുന്നോളൂ. വേഗം ഇറങ്ങി. നമുക്കില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ടൈമിങ്ങൊക്കെ തെറ്റും. പിന്നെ അവിടെ കയറി ഫിഷ് കഴിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അവർ വീട്. അപ്പോൾ പിന്നെ ഇത് ഷാമേക്കടെ ഉപ്പാടെ അനിയനാട്ടാ. അപ്പോൾ പിന്നെ അവിടെ കയറി വർത്താനമൊക്കെ പറഞ്ഞ് അവർ കുറേ നേരം കളിച്ചിരിക്കണ കുട്ടികൾ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അയ്യോ പാട്ടോടെ
നമ്മളെ പ്ലാന് ബീച്ചിലേക്ക് പോകാനായിരുന്നു. പക്ഷേ ഇടയിലൊരു സഡനായിട്ട് വന്ന പ്ലാനായിട്ട് ഈ ബഗ്ഗി. കാരണം സീലൈൻ ബീച്ചിലേക്ക് നമ്മൾ വന്നപ്പോൾ വിചാരിച്ച് ബഗ്ഗി ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. കാരണം അതും ഇതുപോലെ അവർ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഞാൻ തന്നെ അന്ന് ചാമ്യക്കട അനിയത്തി റീമ വന്നപ്പോൾ ട്രൈ ചെയ്തില്ല. പിന്നെ ഏകദേശം 2-2.5 കൊല്ലമായി ഞാനും കുറേ ആയിട്ട് ഇത് ഓടിച്ചിട്ടില്ല, പോയിട്ടില്ല. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ ഇതന്നെ ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് അയക്ക വന്നേ. നമ്മളെങ്ങനെ പോണ ഐബൂസേ? ഹായ് ഗായ്സ്, ഇവിടെ നോക്കി. ഹായ് ഗായ്സ്, ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം ഒരു റൈഡിന് ഇറങ്ങാണ്. ഐബുനെ ആദ്യമായിട്ടാണ്. ഐബൂസ് പരീസാണ് ഇത് ഐബൂസ് മോനാണ്. ഇവരൊക്കെ പോടാ നവീദേ. ആയിക്കോട്ടെ റൈറ്റ് ഇവിടെ റൈറ്റ് കൊടുക്കും. അങ്ങനെ കൊടുത്തില്ല. ഈ കുഴി നോക്കണേ. ലെഫ്റ്റ് എടുക്കുക ജാസ്തി, ലെഫ്റ്റ് എടുക്കുക. എന്താ വീട് പോട്ടെ. അളിയനൊക്കെ ഓടിച്ച് അളിയന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പറഞ്ഞതിന് ശേഷം പിന്നെ ഷെയ്മാനം കൊണ്ട് ഓടിപ്പിച്ചിട്ട് അവൾക്കും ഭയങ്കര, നമ്മൾ ഓടിക്കുമ്പോഴാണ് നമുക്ക് പുറകെ ഇരിക്കാനായിട്ട് ത്രില്ലിങ് ഉണ്ടാവും ഈ സംഭവം. കാരണം പുറകെ ഇരിക്കുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടുമ്പോൾ അയ്യോ എന്നുള്ള തോന്നും. പക്ഷെ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലായി തോന്നിട്ടത്. അങ്ങോട്ട് വലിയ പണിയില്ല, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെ അങ്ങോട്ട് ഓടിക്കുക. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും അവർക്ക്. അങ്ങനെ ഉണ്ടാക്കാനേ പാടുള്ളൂ, മണ്ണ് എറിയാൻ പാടില്ല. മല ഉണ്ടാക്കുക, മലയാണോ പുഴ എവിടെ? കായു come here.
കൈമണി, വാട്ട് ആർ യു ഡൂയിങ്? എന്തത് സ്നോ ആണോ? അവരെ കുറെ നേരം നോക്കണേ. മണലാരണ്യത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഈ സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് കിട്ടും, വലിയ ചൂടില്ല, കാറ്റുണ്ട്, ഉച്ചക്കത്തെ പോലല്ല. കേറാൻ പറ്റണ്ടോ ഇപ്പൊ? ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ട് കൈമണി? യു ആർ ഏബിൾ ടു വാക്ക്? ക്രോൾ. ഐബ് നടന്നു ഓടുന്നുണ്ട്. ആ അതാ പോണ് രണ്ടും ചെറിയ കുട്ടികൾ, ഏറ്റവും ചെറിയ കുട്ടികളാണ് ഇപ്പൊ. അങ്ങനെ കുട്ടികൾ ഒരു ഭാഗത്ത് എൻജോയ് ചെയ്യേണ്ടത്, ശ്യാമയൊക്കെ അളിയനും അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാ. അവർ കുറേ ഇതൊക്കെ കാട്ടി കുറച്ച് ഓവറാക്കി റൈഡൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്ത്. അതിന് ശേഷം പിന്നെ ഞാനും ഷെയ്മയും കൂടി ഞങ്ങളതായ ലോകത്തേക്ക് പോയി. ഞങ്ങൾ കുറേ നേരം ഓടിച്ച് അത്യാവശ്യം എൻജോയ് ചെയ്ത്. അപ്പോൾ പിന്നെ നല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പറഞ്ഞ്. ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഫസ്റ്റ് ടൈം ആവില്ല, ഇനി എന്നാ ഓടിക്കാമെന്ന് അറിയില്ലല്ലോ. അത്യാവശ്യം നല്ലപോലെ നമ്മൾ എൻജോയ് ചെയ്ത്. കുട്ടികളാണെങ്കിൽ അവിടെ കൈമണിക്ക് ഇങ്ങനത്തെ മണ്ണൊന്നും അവിടെ കണ്ടില്ലല്ലോ, അപ്പോൾ അവരും അത്യാവശ്യത്തിലധികം എൻജോയ് ചെയ്യും. മണ്ണിൽ കുളിച്ചും കളിച്ചും തലയിലൊക്കെ മണ്ണായിരുന്നു അവർ ഇങ്ങനെ കിടന്ന് ഉരുളിയിരുന്നു മണ്ണിൽ. പിന്നെ നമ്മളൊന്നും നോക്കാത്തതുകൊണ്ട് അവരങ്ങനെ എൻജോയ് ചെയ്യും. നമ്മളിങ്ങനെ പിടിക്കാനോ വെച്ചേക്കാനോ നിന്നില്ല. എപ്പോഴെങ്കിലും അവർക്ക് കിട്ടുന്ന ടൈമിൽ വിചാരിച്ചിട്ട് നമ്മളവർ വെറുതെ വിട്ട്. അവിടെ എന്തോ പറയുന്നുണ്ട്, കേറണമെന്നോ ചാടണമെന്നോ. നമ്മളിവിടുന്ന് നേരെ ബീച്ചിലും സൂക്കിലും പോകാനുള്ള പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ആകെ തലയിലും മൊത്തം മണ്ണതിന് ശേഷം നമുക്ക് അങ്ങനെ ബീച്ച് പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം സൂക്കിൽ പോകാൻ വിചാരിച്ച്. കാരണം എന്താ വെച്ചാൽ ആകെ മണ്ണായിരുന്നു മൊത്തത്തിൽ. ആ ഒരു ഇതിൽ നമുക്ക് എന്തായാലും സൂക്കിൽ പോകാൻ പറ്റില്ല. പിന്നെ ബീച്ചിലേക്ക് എന്താ വെച്ചാൽ ലേറ്റായി. പിന്നെ ബീച്ചിൽ ഇറങ്ങി കഴിഞ്ഞാൽ സൂക്ക് മിസ്സാവും. സൂക്ക് നല്ലതാണല്ലോ വിചാരിച്ചിട്ട് പിന്നെ അത് കുഴപ്പമില്ല വിചാരിച്ച് അങ്ങനെ വീട്ടിൽ പോയി ഫ്രഷ് ആവും നിന്നപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ 1 വാഷ്റൂമല്ലേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തർ ഫ്രഷായി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ സൂക്കിൽ പോയി നോക്കുമ്പോൾ തേഴ്സ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ സൂക്കിൽ എങ്ങനെ പോയാലും നല്ല തിരക്കുണ്ടാവും. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാണ്ട് ആ പ്ലാനും നമ്മളെ പിന്നെ എയർപോർട്ടിൽ കറിബറി ആയിട്ട് ഓടേണ്ടി വരും. അപ്പോൾ പിന്നെ സൂക്ക് പ്ലാനും ക്യാൻസലായി. അപ്പോൾ ആകെ ബഗ്ഗി റൈഡും ഭക്ഷണം കഴിക്കലും മാത്രം നടന്നുള്ളൂ. നമ്മളല്ലെങ്കിലും ഒരു ദിവസം കിട്ടുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് പോകാൻ പറ്റില്ല. കുറേ കാലത്ത് ശേഷം നമ്മൾ കാണുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ ആ ഒരു ഇതിനെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത്, അല്ലാണ്ട് ചറപ്പറേ സ്ഥലങ്ങൾ കണ്ട് ഓടാനുള്ളൊരു ഇതിനെയും കാട്ടി. പിന്നെ അവർക്ക് ഇനി KFC കൂടി കഴിക്കാൻ വിചാരിച്ചാൽ അവർക്ക് ലണ്ടനിലത്തെ KFC അത്ര അടിപൊളിയില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് വല്ലാണ്ട് ഇഷ്ടമായിട്ട് ഇനിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഗൾഫിലത്തെ KFC പിന്നെ മുട്ടാൻ പറ്റില്ലല്ലോ, അത്രയും ടേസ്റ്റില്ല. നാട്ടിലത്തൊന്നും അത്ര ഇതില്ലല്ലോ. പിന്നെ നാട്ടിൽ പോയി ഇവർ കഴിക്കണായിട്ട് ഇവിടുന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് ഇവിടുത്തെ KFC നല്ല ഇഷ്ടമായി, നല്ല അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കറക്റ്റ് ടൈമിൽ അവർ പിന്നെ എയർപോർട്ടിൽ എത്തിച്ചിട്ട് അറിബറിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിച്ചു. അവർക്ക് 2:30 എന്ന് ഫ്ലൈറ്റ്. സങ്കടമായാലും പോയി കഴിഞ്ഞ മുഖം നോക്ക്. എനിക്കൊരു ഉമ്മ തായോ. അങ്ങനെ അവർ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് എന്താ പറയുക പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞ പോലെ. ഷെയ്മ വരുന്ന നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങോട്ട് പോകണം അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. നമ്മളിങ്ങനെ പറഞ്ഞിരുന്ന കാര്യം ഒറ്റ ദിവസം കൊണ്ട് അങ്ങോട്ട് ചടപടയെന്ന് കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു ഇതുണ്ടാവുമല്ലോ, പോയല്ലോ കഴിഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നമുക്കായാലും കുറേ കാലത്ത് ശേഷം കുട്ടികൾക്കായാലും ടൈം അത്യാവശ്യം നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അവർ നമുക്ക് ഫുഡായാലും നല്ലപോലെ നമുക്കും അവരെ ഹാപ്പി ആക്കാൻ പറ്റി. പക്ഷെ വിചാരിച്ചാൽ ചില സംഭവത്തിലൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ വീടിൻ്റെ കോലം കണ്ടില്ല, ഇതാണ് അവസ്ഥ. ആകെ കളിച്ചും വലിച്ചും നമ്മൾ അങ്ങനെ ഓടിയേക്കുന്നില്ല, ഒന്നും വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയോളം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാൻ.